ആത്മമിത്രം ആത്മമിത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആത്മമിത്രം ബ്രദർ ഡോക്ടർ മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായി സംഗീതത്തിന് 52-ന്റെ 7ഉം 8ഉം വായിക്കാം. ദൈവത്തെ തൻ്റെ ശരണമാക്കാതെ തൻ്റെ ദൈവീയ സമൃദ്ധിയിൽ ആശ്രയിക്കുകയും ദുഷ്ടതയിൽ തന്നെത്താൻ ഉറപ്പിക്കുകയും ചെയ്ത മനുഷ്യൻ അതാ എന്ന് പറയും. 8. ഞാനോ ദൈവത്തിൻ്റെ ആലയത്തിൽ തഴച്ചിരിക്കുന്ന ഒലിവൃക്ഷം പോലെയാകുന്നു. ഞാൻ ദൈവത്തിൻ്റെ ദയയിൽ എന്നും എന്നേക്കും ആശ്രയിക്കും. സ്തോത്രം. ദുഷ്ടതയിൽ പ്രശംസിക്കുന്ന ഒരുവനെക്കുറിച്ചാണ് 7-ാം വാക്യത്തിൽ നാം കണ്ടത്. അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നില്ല, തൻ്റെ ധനസമൃദ്ധിയിൽ ആശ്രയിക്കുന്നു. ദുഷ്ടതയിൽ തന്നെത്താൻ ഉറപ്പിക്കുകയും ചെയ്യുന്നു. അവൻ്റെ അന്തം നാശമായിരിക്കും. ജനങ്ങൾ അവനെ നോക്കി അവനെ അതാ ആ മനുഷ്യനെന്ന് പറയുവാനിടയാകും. എന്നാൽ ദാവീദ് പറയുകയാണ്, ഞാനോ ദൈവത്തിൻ്റെ ദയയിൽ എപ്പോഴും ആശ്രയിക്കും. ഞാൻ ദൈവത്തിൻ്റെ ആലയത്തിൽ തഴച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷം പോലെയാകുന്നു. എത്ര ഉറപ്പോടെയാണ് ദാവീദ് പറയുന്നത്. ബന്ധിച്ച് ദാവീദ് മറ്റൊരു ഭാഗത്ത് തൻ്റെ അനുഭവം വിവരിക്കുകയാണ്. 2 ശമൂവേൽ 22-3-7 വരെ. എൻ്റെ പറയായ ദൈവം ഞാൻ അവനിൽ ആശ്രയിക്കും. എൻ്റെ പരിചയം, എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവും എൻ്റെ സങ്കേതവും തന്നെ. എൻ്റെ രക്ഷിതാവേ, നീ എന്നെ സാഹസത്തിൽ നിന്ന് രക്ഷിക്കുന്നു. തുത്യനായ യഹോവേ, ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എൻ്റെ ശത്രുക്കളിൽ നിന്ന് എന്നെ രക്ഷിക്കും. മരണത്തിൻ്റെ തിരമാല എന്നെ വളഞ്ഞ് ദുഷ്ടതയിലെ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു. പാതാള പാശങ്ങൾ എന്നെ ചുഴന്നു. മരണത്തിൻ്റെ കെണികൾ എൻ്റെ മേൽ വീണു. എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചു. എൻ്റെ ദൈവത്തോട് തന്നെ നിലവിളിച്ചു. അവൻ തൻ്റെ മന്ദിരത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. എൻ്റെ നിലവിളി അവൻ്റെ ചെവിയിലെത്തി. ദാവീദ് ജീവിതത്തിൽ ഏതു സമയത്തും ഉറപ്പും ധൈര്യവും ഉണ്ടായിരുന്നു. എൻ്റെ പാറയായ ദൈവമേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാത്ത സിയോൻ പർവ്വതം പോലെയാണ്. പാറ സംരക്ഷിക്കുന്നതെ കാണിക്കുന്നു. യഹോവ എൻ്റെ ഗോപുരമാണ്, പരിചയാണ്, രക്ഷയായ കൊമ്പാണ്, എൻ്റെ സങ്കേതവും എൻ്റെ രക്ഷിതാവും ആണ്. ആ സഹോദരിമാരെ, നമുക്ക് ഈ ഉറപ്പുണ്ടോ? എത്ര പ്രശ്നങ്ങൾ വന്നാലും കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും എന്ന് എന്നോട് കൂടെയുള്ളവൻ ഏറ്റവും ശക്തനാണ്. അവൻ എന്നോട് കൂടെയുണ്ട്. അവനാണ് എൻ്റെ ദൈവം, എൻ്റെ രക്ഷകൻ. ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലാം. സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിലല്ല, ദൈവത്തിലാണ് നാം ആശ്രയിക്കുന്നതെന്ന ഉറപ്പും ധൈര്യവും നമുക്കുണ്ടായിരിക്കട്ടെ. നീ എന്നെ വിടുവിക്കും. പ്രാർത്ഥനയോടും പാട്ടോടും കൂടെ വിഷമ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം വിടുവിച്ച വിധം അനുഭവിച്ചറിഞ്ഞ ദാവീദിന് ഉറപ്പുണ്ടായിരുന്നു. നമുക്കും ഉണ്ടായിരിക്കണം. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. യിരെമ്യാവ് 33-3. സ്തോത്രം. ഹല്ലേലൂയ. എത്ര വലിയവനായ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. മഹത്വപ്പെടുത്തുന്ന ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം. അവൻ കേൾക്കും, വിടുവിക്കും. അവനിൽ മാത്രം ആശ്രയിക്കാം. വിശ്വാസ നായകനും പൂർത്തിവരുത്തനുമായ യേശുവിനെ നോക്കി ഓട്ടസ്ഥിതിയോടെ ഓടാം. ദാവീദ് ദൈവത്തിൽ ആശ്രയിച്ചു. ദൈവം അവനെ വിടുവിച്ചു. മരണനിഴലിൻ താഴ്വരയിൽ കൂടെ കടന്നുപോയപ്പോൾ ദൈവത്തോട് നിലവിളിച്ചു. അവൻ കേട്ടു. പത്രോസ് മുങ്ങാറായപ്പോൾ നിലവിളിച്ചു, കർത്താവെ രക്ഷിക്കണമേ എന്ന്. കർത്താവ് ഉടനെ കൈനീട്ടി അവനെ രക്ഷിച്ചു. വിളിച്ചപേക്ഷിച്ചാൽ കേൾക്കുന്ന കർത്താവ് ഇന്നും ജീവിക്കുന്നു. യഹോവയിൽ ആശ്രയിക്കുന്നവർ ഭാഗ്യവാന്മാർ. നന്മ അവരെ ചുറ്റിക്കൊള്ളും. ദൈവം നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും ഈ കർത്താവിനെ ആശ്രയിച്ചിട്ടില്ല എങ്കിൽ, കർത്താവിൽ വിശ്വസിച്ചിട്ടില്ല എങ്കിൽ, അവർ തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തോട് ക്ഷമയാചിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിപ്പാൻ ദൈവം സഹായിക്കട്ടെ. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവന് അധികാരം കൊടുത്തു. അവർ മനുഷ്യൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല, രക്തത്തിൽ നിന്നുമല്ല, ദൈവത്തിൽ നിന്ന് അത്രേ ജനിച്ചത്. ഈ ഒരു അനുഭവം ഉള്ളവർ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ദൈവം അവരെ വിടുവിക്കും, അവരെ സഹായിക്കും, അവർക്ക് നിത്യമായ രക്ഷ നൽകുകയും ചെയ്യും. എന്നാൽ ഈ വചനം കേൾക്കുന്നവർ മറുതലിച്ച് എനിക്ക് ദൈവത്തെ വേണ്ട എന്ന് പറയുവാണെങ്കിൽ അവർ നിത്യമായ നാശത്തിലേക്ക് പോകേണ്ടി വരും. ഈ ലോകത്തിൽ കഷ്ടവും പ്രയാസവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും.
തങ്ങളുടെ ധനസമൃദ്ധിയിൽ ആശ്രയിക്കുന്നവർക്ക് അവർ സമാധാനം ഉണ്ടാകുകയില്ല. അവർ ദ്രവ്യസമൃദ്ധിയിൽ ആശ്രയിക്കുമ്പോൾ അവർ കൂടുതൽ കൂടുതൽ ദുഷ്ടതയിൽ ഉറപ്പിക്കുകയും ചെയ്യുന്ന മനുഷ്യരാണ്. അങ്ങനെയുള്ള അനുഭവം ഉണ്ടാകാതെ വണ്ണം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിപ്പാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.